അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് 4-ാം ക്ലാസ്സിൻ്റെ അഖ്ലാഖ് എന്ന വിഷയത്തിൽ മുൻ വർഷങ്ങളിൽ വന്ന വാർഷിക പരീക്ഷയുടെ ചോദ്യപേപ്പറാണ്. ആദ്യം നമുക്ക് ഒന്നാമത്തെ ഭാഗം നോക്കാം. യോജിച്ചവ ചേർക്കാം. അപ്പോൾ താഴെ 7ഓളം ചോദ്യങ്ങൾ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഓരോന്നിനോടും യോജിച്ചത് ആ ബോക്സിൽ നിന്നും എടുത്തെഴുതാനാണ്. അപ്പോൾ ആദ്യത്തെ ഒന്നാമത്തെ നോക്കാം. സ്വർഗത്തിലേക്ക് നമ്മെ കൊണ്ടുപോകുന്നത്. അപ്പോൾ ഏതാണ് സ്വർഗത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന കാര്യങ്ങൾ? ഏതോ ഒന്ന് ആ ബോക്സിലുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ആ ബോക്സിലുള്ളതൊക്കെ ഒന്ന് വായിച്ചു നോക്കാം. 1 ഖാറൂൻ, 2 സ്നേഹിക്കണം, 3 തിന്മകളാണ്, 4 നന്മകളാണ്, 5 ശരീരത്തെ തളർത്തും, 6 എല്ലാവരും ഇഷ്ടപ്പെടും, 7 എല്ലാവരും വെറുക്കും. അപ്പോൾ ഒന്നാമത്തെ നോക്കാം. സ്വർഗത്തിലേക്ക് നമ്മെ കൊണ്ടുപോകുന്നത് അതേതാണ്? നന്മകളാണ്. അപ്പോൾ അവിടെ നന്മകളാണ് എന്ന് എഴുതി ചേർക്കുക. രണ്ടാമത്തത് നരകത്തിലേക്ക് നമ്മെ കൊണ്ടുപോകുന്നത് അതേതാണ്? നന്മയുടെ നേർ വിപരീതം അല്ലെ, തിന്മകളാണ്. അപ്പോൾ അവിടെ എഴുതി കൊടുക്കാനുള്ളത് രണ്ടാമത്തത് തിന്മകളാണ് എന്നുള്ളതാണ്. ഇനി മൂന്നാമത്തത് സഹജീവികളെ നാം എന്ത് ചെയ്യണം? സ്നേഹിക്കണം. അപ്പോൾ സഹജീവികളെ നാം സ്നേഹിക്കണം എന്നാണ് അവിടെ എഴുതാനുള്ളത്. ഇനി നാലാമത്തത് മൂസാ നബിയുടെ ജനതയിലെ അതിസമ്പന്നനായിരുന്നു. ആര്? അതിസമ്പന്നരായിരുന്നു ഏതോ ഒരാൾ. അതാരാണ്? ഖാറൂൻ. അപ്പോൾ അവിടെ ഖാറൂൻ എന്ന് എഴുതി കൊടുക്കുക. മൂസാ നബി അലൈഹിസ്സലാം നബിയുടെ ജനതയിലെ അതിസമ്പന്നനായിരുന്നു ഖാറൂൻ എന്നുള്ളത്. അപ്പോൾ അവിടെ നാലാമത്തത് ഖാറൂൻ എന്നാണ്. ഇനി അഞ്ചാമത്തത് കിബർ ഉള്ളവരെ. അപ്പം അതിനോട് യോജിച്ചത് ഏതാണ്? അഞ്ചാമത്തതിനോട് യോജിച്ചത് എല്ലാവരും വെറുക്കും എന്നുള്ളതാണ്. അപ്പം കിബർ ഉള്ളവരെ, അഹങ്കാരമുള്ളവരെ എല്ലാവരും എന്ത് ചെയ്യും? വെറുക്കും. ഇനി ആറാമത്തത് വിനയമുള്ളവരെ. ഏതാണ്? എല്ലാവരും ഇഷ്ടപ്പെടും. വിനയമുള്ളവരെ എല്ലാവരും ഇഷ്ടപ്പെടും. ഇനി ഏഴാമത്തത് മനസ്സിലുള്ള ദുഷിച്ച ചിന്ത ശരീരത്തെയും എന്താക്കും? തളർത്തും. അപ്പോൾ ഇവിടെ ആ ബോക്സിൽ നിന്നും ശരീരത്തെ തളർത്തും എന്നുള്ളതാണ് എടുത്തെഴുതാനുള്ളത്. ഇനി അടുത്ത രണ്ടാമത്തെ ഭാഗം നോക്കാം. പൂർത്തിയാക്കാം. അപ്പോൾ താഴെ 4ഓളം ചോദ്യങ്ങൾ നൽകിയിട്ടുണ്ട്. അപ്പോൾ അതൊന്നും എന്തല്ല, പൂർത്തിയല്ല. അപ്പോൾ അതെന്താക്കണം? നമുക്ക് പൂർത്തിയാക്കിയിട്ട് എഴുതണം. അപ്പോൾ ഒന്നാമത്തെ നോക്കാം. മനുഷ്യനെ മനുഷ്യനാക്കുന്നത്. അപ്പോൾ മനുഷ്യനെ മനുഷ്യനാക്കുന്നത് എന്താണ്? ബുദ്ധിയാണ്. അപ്പോൾ ബുദ്ധി ഇല്ലെങ്കിൽ അവൻ മനുഷ്യൻ്റെ രൂപത്തിലായിരിക്കില്ല എന്താക്കുക? മറ്റു ജീവികളോടും മനുഷ്യന്മാരോടൊക്കെ പെരുമാറുക. അപ്പോൾ മനുഷ്യനെ മനുഷ്യനാക്കുന്നത് എന്താണ്? ബുദ്ധിയാണ്. അപ്പോൾ അവിടെ എഴുതി ചേർക്കാനുള്ളത് എന്താണ്? ബുദ്ധിയാണ് എന്നുള്ളതാണ്. ഇനി രണ്ടാമത്തത് ലഹരി മനുഷ്യനെ മനുഷ്യനല്ലാതാക്കുന്നു. അപ്പോൾ അവിടെ മനുഷ്യനല്ലാതാക്കുന്നു എന്നാണ് എഴുതാനുള്ളത്. ലഹരി മനുഷ്യനെ മനുഷ്യനല്ലാതാക്കുന്നു. ഇനി മൂന്നാമത്തത് മദ്യപാനിയുടെ ഇഹലോക ശറഇയായ ശിക്ഷ. ഇപ്പോൾ ഒരു കള്ളുകുടിയൻ്റെ ദുനിയാവിലെ ഇഹലോകമാണ്. അപ്പം ഇഹലോകത്തെ ശറഇയായ ശിക്ഷ ഏതാണ്? നമ്മുടെ ഭൂമിയിൽ ദുനിയാവിൽ ആരെങ്കിലും, ഇഹലോകത്ത് ആരെങ്കിലും മദ്യം കഴിച്ചു കഴിഞ്ഞാൽ അവൻ്റെ ശിക്ഷ എന്താണ്? 40 അടിയാണ്. അപ്പോൾ അവിടെ 40 അടിയാണ് എന്നാണ് എഴുതി കൊടുക്കാനുള്ളത്. ഇനി നാലാമത്തത് ലഹരിക്ക് അടിമപ്പെടുന്നവർ ദുനിയാവും ആഖിറവും നഷ്ടപ്പെടുന്നവരാണ്. അപ്പോൾ അവിടെ ദുനിയാവും ആഖിറവും നഷ്ടപ്പെടുന്നവരാണ് എന്നാണ് എന്താക്കേണ്ടത്? എഴുതി ചേർക്കാനുള്ളത്. ഇനി മൂന്നാമത്തെ ഭാഗം നോക്കാം. 2 വീതം എഴുതാം. 2 വീതം എഴുതാം. അപ്പോൾ താഴെ കുറേ കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിലും ഓരോ ചോദ്യത്തിനും 2 വീതം മാത്രം എഴുതാനാണ് പറയുന്നത്. 4ഓളം ചോദ്യങ്ങൾ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഒന്നാമത്തത് സത്യവിശ്വാസികൾ തമ്മിലുള്ള പ്രധാന കടമകൾ. ഒന്നാമത്തത് ദുഷ്കർമ്മങ്ങൾ തടയുക, സൽക്കർമ്മങ്ങൾ കൽപ്പിക്കുക. പിന്നെന്താ? നമ്മൾ കുറേ പഠിച്ചിട്ടുണ്ടല്ലേ. കണ്ടാൽ സലാം പറയുക, രോഗിയാൽ സന്ദർശിക്കുക, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. ജനാസയെ അനുഗമിക്കുക. അപ്പോൾ അതിലേതെങ്കിലും എന്താക്കുക? 2 മാത്രം എഴുതുക. ഇവിടെ എഴുതിയത് ഏതാണ്? ദുഷ്കർമ്മങ്ങൾ തടയുക, സൽക്കർമ്മങ്ങൾ കൽപ്പിക്കുക. ഇനി രണ്ടാമത്തത് വിനാശകരമായ 7 വൻ പാപങ്ങൾ. അപ്പോൾ വിനാശകരമായിട്ടുള്ള കുറേ പാപങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ് അതിൽപ്പെട്ടത്? അത് പേജ് നമ്പർ 29 പറയുന്നുണ്ട്. അള്ളാഹുവിനോട് പങ്കു ചേർക്കുക,
പിന്നെ സിഹർ ചെയ്യുക, സിഹർ എന്ന് പറഞ്ഞാൽ മാരണം ചെയ്യുക. പിന്നെ അടുത്തത് അള്ളാഹു കൊല്ലൽ ഹറാമാക്കിയ ഒരു ശരീരത്തെ ഹക്ക് കൂടാതെ കൊല്ലുക, പലിശ തിന്നുക, പിന്നെ അനാഥകളുടെ ധനം ഭക്ഷിക്കുക, പിന്നെ ഘോര സമരത്തിൽ നിന്നും പിന്നോട്ട് ഓടുക, പിന്നെ അതുപോലെ തന്നെ സജ്ജനങ്ങളായ സത്യവിശ്വാസിനികളെ കുറിച്ച് വ്യഭിചാരാരോപണം നടത്തുക. ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലേതെങ്കിലും രണ്ടെണ്ണം മാത്രം എടുത്തെഴുതുക. മൂന്നാമത്തത് അഹങ്കാരത്തിൻ്റെ ലക്ഷണങ്ങൾ. കുറേ അഹങ്കാരത്തിൻ്റെ ലക്ഷണങ്ങൾ പറയുന്നുണ്ട്. ഒന്ന് ഏതാണ്? വലിയവനാണെന്ന് നടിച്ച് ഗമയിൽ നടക്കുക, മറ്റുള്ളവരെ നിസ്സാരമായി കാണുക, ജനങ്ങളിൽ നിന്ന് മുഖം തിരിച്ച് കളയുക, പൊങ്ങച്ചം പറയുക. ഇതൊക്കെ അഹങ്കാരികളുടെ ലക്ഷണങ്ങളാണ്. അപ്പോൾ ഏതെങ്കിലും രണ്ടെണ്ണം അത് നിന്നും എടുത്തെഴുതുക. ഇനി നാലാമത്തത് കുടുംബ ബന്ധം പുലർത്തുന്നവർക്ക് ലഭിക്കുന്ന നേട്ടങ്ങൾ എന്തൊക്കെയാണ്? അപ്പോൾ കുടുംബ ബന്ധം പുലർത്തുന്നവർക്ക് ലഭിക്കുന്ന നേട്ടങ്ങൾ എന്തൊക്കെയാണ്? ഭക്ഷണത്തിൽ വിശാലത, ദീർഘായുസ്, സ്നേഹം വർദ്ധിക്കൽ, ധനം വർദ്ധിക്കൽ. ഇതൊക്കെ കുടുംബ ബന്ധം പുലർത്തുന്നവർക്ക് ലഭിക്കുന്ന നേട്ടങ്ങളാണ്. ഇനി നാലാമത്തെ ഭാഗം നോക്കാം. ഉത്തരം എഴുതാം. അപ്പോൾ താഴെ 4ഓളം ചോദ്യങ്ങൾ നൽകിയിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെ ഉത്തരം എഴുതാനാണ്. ഒന്നാമത്തെ നോക്കാം. കുടുംബക്കാരെ സന്ദർശിക്കാൻ സാധിക്കാത്തവർ ബന്ധം സ്ഥാപിക്കണം എങ്ങനെയെല്ലാം? അപ്പോൾ ഈ കാലഘട്ടത്തിൽ ഇപ്പോൾ നമുക്ക് പോയി ചെന്ന് കാണാൻ കഴിയില്ലെങ്കിലും പല മാർഗങ്ങളിലൂടെ അവരെ ബന്ധം പുലർത്താൻ കഴിയും. അതാണ് ഇവിടെ എഴുതേണ്ടത്. ഏതൊക്കെയാണ്? ഒന്നെങ്കിൽ കത്തയച്ചും, വിവരം പറഞ്ഞയച്ചും, ഫോൺ വഴിയും. ഒന്നെങ്കിൽ ഫോൺ വഴി, അല്ലെങ്കിൽ വിവരം പറഞ്ഞയച്ച്, അല്ലെങ്കിൽ കത്ത് മുഖേന. അപ്പം എല്ലാവർക്കും ഫോൺ ഉണ്ടായതുകൊണ്ട് ഇപ്പം അതിന് പ്രയാസമില്ല. ഇനി രണ്ടാമത്തേത് ധൂർത്ത് എന്നാൽ എന്താണ്? ധൂർത്ത് എന്നാൽ എന്താണ്? ആവശ്യമായി, അനാവശ്യമായി. അപ്പോൾ ആവശ്യമായതിൽ പുറമെ, ആവശ്യമൊന്നുമില്ല, അനാവശ്യമായിട്ട് ധനം ചിലവഴിക്കൽ. അപ്പം അനാവശ്യമായിട്ട് ധനം ചിലവഴിക്കുന്നതിനാണ് ധൂർത്ത് എന്ന് പറയുക. ഒന്നുകൂടെ നോക്കാം. അനാവശ്യമായി ധനം ചെലവഴിക്കൽ, അതിനാണ് എന്ത് പറയുക? ധൂർത്ത് എന്ന് പറയുക. മൂന്നാമത്തത് അസൂയാലു ചിന്തിക്കുന്നത് എങ്ങനെയാണ്? അസൂയാലു ചിന്തിക്കുന്നത് എങ്ങനെയാണ്? നല്ലതെല്ലാം തനിക്ക് മാത്രം, മറ്റുള്ളവർക്ക് ഒരു നന്മയും ഉണ്ടാവരുത്. അങ്ങനെയാണ് ആര് ചിന്തിക്കുക? അസൂയാലു ചിന്തിക്കുക. നന്മകളെല്ലാം, നല്ലതെല്ലാം തനിക്ക് മാത്രം, നല്ലതെല്ലാം തനിക്ക് മാത്രം, മറ്റുള്ളവർക്ക് ഒരു നന്മയും ഉണ്ടാവരുത്. അതാണ് അസൂയാലു ചിന്തിക്കുക. നാലാമത്തത് നരകത്തിലെ തീ കണലാണോ നിങ്ങൾ കയ്യിൽ അണിയുന്നത്? ഇത് ആരോടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്? ആരോടാണ്? സ്വർണ്ണമോതിരം അണിഞ്ഞു വന്ന ആളോട്. അപ്പോൾ ഒരു ആള് എന്തായിട്ടുണ്ട്? ഒരാൾ സ്വർണ്ണമോതിരം അണിഞ്ഞു വന്നിട്ടുണ്ട്. അപ്പം അത് കണ്ടപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞത് എന്ത്? നരകത്തിലുള്ള ഒരു തീക്കണലാണോ നിങ്ങൾ കയ്യിൽ അണിയുന്നത്? അത് പറഞ്ഞ സമയത്ത് തന്നെ അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്? അത് ഊരി എറിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തത് 5ാമത്തെ ഭാഗമാണ്. വ്യക്തമാക്കാം. ഹസ്വദ് എന്നാൽ എന്ത്? വ്യക്തമാക്കി എഴുതാനാണ്. തൻ്റെ സഹോദരന് അള്ളാഹു നൽകിയ നിഅമത്ത് നീങ്ങാൻ ആഗ്രഹിക്കുക. അതിനാണ് എന്ത് പറയുക? ഹസ്വദ് എന്ന് പറയാം. തൻ്റെ സഹോദരന് അള്ളാഹു നൽകിയ നിഅമത്ത് നീങ്ങാൻ ആഗ്രഹിക്കുന്നതിനാണ് ഹസ്വദ് എന്ന് പറയുക. ഇനി രണ്ടാമത്തത് തീനത്തുൽ ഖബാൽ. തീനത്തുൽ ഖബാൽ എന്നാൽ എന്ത്? നരകവാസിയുടെ ശരീരത്തിൽ നിന്നും വെന്തൊഴുകുന്ന ദുർജലം. അതിനാണ് എന്ത് പറയാ? തീനത്തുൽ ഖബാൽ എന്ന് പറയാം. അപ്പോൾ ഈ കള്ളു കുടിക്കുന്ന പാഠത്തിൽ പറയുന്നുണ്ട്, അവരെന്ത് ചെയ്യും? തീനത്തുൽ ഖബാലിൽ നിന്നും കുടിപ്പിക്കും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ തീനത്തുൽ ഖബാൽ എന്ന് പറഞ്ഞാൽ എന്താണ്? നരകവാസിയുടെ ശരീരത്തിൽ നിന്നും വെന്തൊഴുകുന്ന ദുർജലമാണ്. ഇനി ധൂർത്ത് പോലെ ഒഴിവാക്കേണ്ട സ്വഭാവമാണ് എന്തും. ധൂർത്ത് പോലെ തന്നെയാണ് എന്താക്കേണ്ടത്? ഒഴിവാക്കേണ്ട ഒരു സ്വഭാവമാണ് ഇത്? പിശുക്ക് എന്നുള്ളത്. പിശുക്കും ധൂർത്ത് പോലെ ഒഴിവാക്കേണ്ട ഒരു സംഭവമാണ്. ദുആ വസിയത്തോടെ നിർത്തുന്നു. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.